ഇവളിങ്ങനെ ഈ കിണിച്ചോണ്ടിരിക്കുന്ന ഇവക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയുടെ അവാർഡ് കിട്ടിയതോ കാര്യങ്ങളൊന്നും അല്ല. ഒരു ഭിന്നശേഷിക്കാരനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിന് പോലീസ് തൂക്കിയതാണ് ഇവളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസമ്മതിച്ചതിനെ തുടർന്ന് ആ ഭിന്നശേഷിക്കാരനെ അവളും അവളെ കുറെ കൂടെ ഉള്ള ഒരു 4 പേരൂടെ ചേർന്ന് അവനെ ഇടിച്ച് എച്ചിലാക്കി അവന്റെ നടുവും നണ്ടലും എല്ലാം ഒടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ പോലീസ് പിടിച്ച രംഗമാണ്. അവൾ ഈ പോലീസിന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ അവളിങ്ങനെ ഈ കിണിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? അവക്കറിയാം ഈ സിസ്റ്റം എത്രമാത്രം എവിടം വരെ പോകുമെന്നുള്ള കാര്യം. കൂടി പോയി കഴിഞ്ഞാൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, അത് കഴിഞ്ഞാൽ അവള് സുഖമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. അത് അവക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഭിന്നശേഷിക്കാരനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇടിക്കുകയും പോലീസ് അവളെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസുകൾ വരും. ഒരാഴ്ച ന്യൂസ് വരും. മറ്റേ ആ ദീപക്കിനെ മാനസികമായിട്ട് പീഡിപ്പിച്ച് കൊന്ന അവള് ഇപ്പോഴും നാട്ടിലിറങ്ങി നടപ്പുണ്ട്. അവള് എത്ര നാളെ അവള് ജയിലിൽ കിടന്നു. ഇത് തന്നെ അവക്കറിയാം നമ്മളെ സിസ്റ്റം എവിടം വരെ പോകുന്നുള്ള കാര്യം. നമുക്കെന്താ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു റീലിനുള്ള കണ്ടന്റ് കിട്ടി, അത്ര തന്നെ.